ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാവും അല്ലേ? അപ്പോൾ ഞാനിന്ന് മല്ലിയും മുളകും ഒക്കെ ഒന്ന് കഴുകലും ഉണക്കലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പണിയിലാണ് ഇപ്പം ഇന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഞാൻ മുളകൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ബക്കറ്റിൽ നിറച്ച് വെക്കുക കേട്ടോ. നമുക്ക് കഴുകാൻ ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം തന്നെ നിറച്ചിട്ട് മാറ്റി വെക്കുക. അതല്ലാതെ നമ്മൾ മുളക് അതിലിട്ടിട്ട് പിന്നെ പൈപ്പ് തുറന്നിടുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യരുത് കേട്ടോ. പിന്നെ നമുക്ക് മുളക് അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ടൈം അതിലിട്ടിട്ട് കഴുകി അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. നമുക്ക് ഈ മുളകിൻ്റെ ഞെട്ടിയൊക്കെ പോയിട്ടുള്ള മുളക് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ സമയം വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആ ഞെട്ടി പോയിട്ടുള്ള ആ മുളകിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം കയറും. നമ്മുടെ മുളകിൻ്റെ പുറമേ മാത്രമേ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാനുള്ളൂ. നിറയെ പൊടിയും കാര്യങ്ങളും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ മുളകിൻ്റെ പുറം ഭാഗത്താണത് സംഭവം. അപ്പോൾ അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് കൈവച്ചിട്ട് ഒന്ന് നല്ലോണം ജസ്റ്റ് ആ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അതിലെ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം വെള്ളത്തിലിട്ടാൽ ആ ഞെട്ടിപ്പോയ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. കുറേ ടൈം വെള്ളത്തിലിടാറില്ല. മുളകിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലവർ പറഞ്ഞിട്ടുണ്ടാകുന്ന മുളക് പൂത്ത് പോവാത്ര, മുളക് പൊടിപ്പിച്ച് കൊടുന്നിട്ട് അത് പൂപ്പലാണ്. അതുപോലെ എത്ര ഉണക്കിയാലും നല്ലോണം മൊരിഞ്ഞ പോലെ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ അവർ സംഭവം എങ്ങനെയാണ്, അപ്പോൾ അവർ മുളക് അതിലിട്ടിട്ട് പിന്നെ പൈപ്പായിട്ട് തുറന്നിടും. ആ പാകത്തിനുള്ള വെള്ളം ആവുന്നത് വരെ മുളക് നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കിടക്കും കേട്ടോ. പിന്നെ കുറേ സമയം കഴുകിയിട്ടും അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മുളകിൻ്റെ പുറത്താണല്ലോ പൊടിയും അഴുക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം തന്നെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വാരി എടുക്കില്ല, അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ നമുക്ക് വാരി എടുത്താൽ മതി. പിന്നെ നമ്മൾ കഴുകുന്നതിനനുസരിച്ചിട്ട് വെള്ളം കളഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരു തവണ കഴുകി പിന്നെ ആ വെള്ളത്തിൽ തന്നെ അടുത്ത മുളകും കഴുകണ്ട, നമുക്കത് കളഞ്ഞിട്ട് അടുത്ത വെള്ളം എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ മഞ്ഞളും കഴുകി എടുത്തിട്ടുണ്ട്. മഞ്ഞളും മുളകും കഴുകിയിട്ടുണ്ട്. മുളക് ഞാൻ കഴുകിയത് ഞാൻ ബക്കറ്റിലേക്ക് വെള്ളം വാർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുഴുവനും കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാനതാ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം നിൽക്കരുത്. അപ്പം അതിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എയ്സു ബേബി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ നിൽക്കണേ. മോനൊരു ചായ കൊടുത്തിട്ടില്ല, അവന് പോവാനാവുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ മല്ലിയാണ് കഴുകാൻ നിൽക്കണേ. അപ്പം മല്ലിയും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. മല്ലി കഴുകാണ്ട് നമ്മൾ കൊടുന്ന പാടന്നെ വറുത്തിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് കഴുകിയിട്ട്, നമുക്ക് വെയിലൊക്കെ ഉള്ളതല്ലേ, അപ്പം നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വറുത്തെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പം അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കൊടുത്തു നോക്കിയതാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഓട്ടപാത്രങ്ങൾ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് കുറേ ഉണ്ടാകുമ്പോൾ ഒക്കെ വാരി വെക്കണമെങ്കിൽ ഇതുപോലെ ഓട്ടപാത്രങ്ങൾ വേണം കേട്ടോ. അപ്പം ഞാൻ മഞ്ഞൾ കഴുകിയിട്ട് അത് വാര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഇനി മല്ലി ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം അത് ഞാൻ ബക്കറ്റിൽ ആദ്യം വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ അരിപ്പക്കൊട്ടയ്ക്ക് ഒന്ന് വാരി വെക്കുകയാണ്. അപ്പം നമ്മുടെ സുന്ദരിയും കൂടി അതിൻ്റെ കൂടെ നിന്നിട്ട് കഴുകുന്നുണ്ട്, വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അവള് വാരിയിട്ട് കൈ കുടയാണ് കേട്ടോ. അപ്പം ഒക്കെ പുറത്തേക്ക് പോവാണ് കണ്ടാ. അപ്പം അവൾ അതിൽ തൊടുക, എന്നിട്ട് അപ്പം കൈ മൊട്ടി പിടിക്കുമ്പോൾ അതൊക്കെ കുടഞ്ഞ് കളയുക. അപ്പം കൈ കഴുകിയിട്ട് ഞാൻ മാറ്റിയാലും പിന്നെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മല്ലിയും ഒക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ കൊപ്ര വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കച്ചറ പോലെയൊക്കെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് മുന്നെയാണ് കേട്ടോ അപ്പോൾ കൊപ്ര വെട്ടിയത്.
അപ്പോൾ തേങ്ങ പച്ചത്തേങ്ങ അല്ലാണ്ട് കൊപ്പരായിട്ടുള്ള തേങ്ങ തന്നെയായിരുന്നു. അപ്പോൾ അത് മൊത്തം വെട്ടിയിട്ട് കഷ്ണമാക്കി, നമ്മൾ ചെറിയ ചെറിയ കഷ്ണമാക്കൂല, അങ്ങനെ കഷ്ണമാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് കഴുകാനും ഒക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടൊന്ന് വിരിച്ചിട്ട് തുണി വിരിച്ചിട്ടൊന്ന് ഉണക്കാം. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് നിന്ന് കൊണ്ടുപോയിടട്ടെ കേട്ടോ. പക്ഷെ ഇത് മൂന്നും ഞാൻ രണ്ട് കയ്യിലും തന്നെ പിടിച്ചിട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയപ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ നല്ല കടയുണ്ടായിരുന്നു. അപ്പം ഞാനത് ചിന്നുവിന് കൊടുത്തിട്ടോ. ചിന്നുവാണ് എൻ്റെ പിന്നിൽ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്നുവിന് ഫോൺ സോറി ചിന്നുവിൻ്റെ കയ്യിൽ ഒരു പാത്രം കൊടുത്തിട്ടോ. പിന്നെ 2 ഞാൻ തന്നെ പിടിച്ചിട്ട് കയറി. കുറേ മേലേക്ക് കയറാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉണക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ സുന്ദരിയും കൂടെ പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ. മേലേക്ക് എത്തിയപ്പോൾ പിന്നെ അവൾ ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കൊപ്ര അതാ കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് ഉണക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കട്ടെ. നമ്മളെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയതായിട്ടുള്ള വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോസ് മുഴുവനായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മല്ലിയും അതുപോലെ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞളും കൂടെ ഒന്ന് ഉണക്കിയിട്ട് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ നല്ലോണം വെയിൽ ആയി തുടങ്ങി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം മോനുവിന് പോവാനുള്ളത്. ലഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റാക്കി കവറിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ചായ ഒന്നും എടുത്ത് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വേഗം ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം പരത്തിയിട്ടുണ്ട്. നമ്മുടെ കൊപ്പരയും എല്ലാം ഇവിടെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.